ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും കുവൈറ്റ് അഹമ്മദി മാർത്തോമ ഇടവയുടെ പിക്നിക് വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പം യാത്ര വീഡിയോ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കുവൈറ്റിലെ മാർത്തോമയിലെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഒരു പിക്നിക്ക് പോവുകയാണ്. ആ കാണുമ്പോൾ അറിയാലോ, കുവൈറ്റിൽ നിന്ന് പിക്നിക്ക് പോകാന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ബഫ്രയാണ് ഞങ്ങളുടെ കേന്ദ്രം. അതായത് വിസിറ്റിംഗ് അല്ലെങ്കിൽ ഔട്ടിങ്ങിന് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ബഫ്ര എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നതെങ്കിലും വേറെ ഒരു ഫാമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. 3 വലിയ വണ്ടിയും പിന്നെ 30, 80, 85 അല്ലാത്ത വാഹനങ്ങളുമായിട്ട് അകമ്പടിയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. 3 വലിയ ബസ്സായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റായിട്ട് പോകുന്നത്. അപ്പം ഈ യാത്ര അനുഭൂതി എന്ന് വെച്ചാൽ പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. പിന്നെ ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ആ ഒരു കൂട്ടായ്മയും അത് വേറൊരു ലെവലാണ്. അങ്ങനെ ഒരുമിച്ച് പോവുകയാണ്. 1 ഡേ ട്രിപ്പാണ്. കുഞ്ഞു പിള്ളേർ മുതൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ പ്രായത്തിൽ 60 വയസ്സെന്ന് വെച്ചാൽ 60 വയസ്സ് വരെയുള്ള ഇവിടെ വിസ, അതേ പ്രായത്തിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും ഈ ഞങ്ങളുടെ ഈ ട്രിപ്പിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 3 വണ്ടി, 2 വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ വഴിയിലോരങ്ങളിൽ കാഴ്ചകളൊക്കെ, ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ പോകണം. അവിടെ ഫാമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. അതാണ് ഒരു പ്രത്യേകത. അല്ലാതെ വേറെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പില്ല. അത് കൊടും തണുപ്പാണ്, കൊടും കാറ്റ്, നല്ല കാറ്റാട്ടോ. കാറ്റെന്ന് വെച്ചാൽ തണുപ്പിനെ ശക്തി കൂട്ടുന്ന കാറ്റാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെല്ലാം പണിയിലായിരുന്നോ? വണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. കൂട്ടത്തിൽ ഈ വണ്ടിയാണ് കുറച്ചുകൂടി മുഞ്ചുള്ളത്. അതായത് നാട്ടിലെ ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ അകത്തെല്ലാം ഡ്രൈവർ പുള്ളിയുടെയായിട്ടുള്ള ഡെക്കറേഷൻ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി വൈറ്റ് കളറല്ല, ഇവിടുത്തെ ബസ്സുകളെല്ലാം വൈറ്റാണ്. എന്നിരുന്നാലും നമ്മുടെ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് രീതിയിൽ ഈ വണ്ടി അലങ്കരിച്ചിട്ടുണ്ട്. പുറത്ത് ലൈറ്റും അതുപോലെ ഹോണുണ്ട്. ഹോണും പ്രത്യേക ഹോണായിരുന്നു. ആ ഹോൺ അടിച്ചില്ല കേട്ടോ. എന്തായാലും അവിടെ അടിച്ചില്ല. വീണ്ടും ഒരു സംഘമാണല്ലോ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഫുഡാണ്. ഫുഡ് വെച്ചാൽ എല്ലാം ഹോം മെയ്ഡ്. അതായത് ഇവിടെ തന്നെ ഉണ്ടാക്കി ആണ് ഫുഡ് കേട്ടോ. രാവിലെ ചപ്പാത്തിയോ അങ്ങനെയൊന്നുമല്ല, ദോശയും ഇഡലിയും സംബന്ധിയും സാമ്പാറും പിന്നെ ചട്നിയൊക്കെ അതേ രീതിയിലുള്ളൊരു ഫുഡായിരുന്നു. അതിവിടെ തന്നെ കുക്ക് ചെയ്ത ഫുഡ് തന്നെയായിരുന്നു. അതിൻ്റെ ഉപരിയുണ്ട് ഇവിടുത്തെ കാഴ്ചകളെന്ന് വെച്ചാൽ ഫാമുണ്ട്. ചെറിയ ഫാമാണ്. അതായത് താറാവും കോഴിയും അതുപോലെ പ്രാവ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഫാമുണ്ട്. ചെറിയ താറാവല്ല കേട്ടോ, പാത്ത അതുപോലെ അരയന്നം അതേപോലത്തെ ഉള്ള വലിയ വലിയ ഇനത്തിൽപ്പെട്ട സൈസ് സാധനങ്ങളാട്ടോ ഉള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, വയൽ പോലെ കിടക്കുന്ന ഇത് പുല്ലും അതുപോലെയൊക്കെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വയൽ പോലെ നമുക്ക് കാണാം. സെറ്റായിട്ടുണ്ടല്ലേ. ഇത് ഒരുപാട് പൊക്കം വരത്തില്ലെന്ന് തോന്നി സാധനത്തിന്. ഇത് ചെറിയ തന്നെ അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് ഹൈറ്റ് വരാത്ത പനകളാണ്.
ഈ ഫാമിലെ അതുപോലെ തന്നെ പ്രത്യേകത വെച്ചാൽ പനയുണ്ട്, അതായത് ഈന്തപ്പനയുണ്ട്. അത് ഒത്തിരി പൊക്കം വരാത്ത ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കായ് ആയി വരുന്നുണ്ട്, പൂ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കോതി ഒതുക്കി തുടങ്ങിയ ഒരു സമയം കൂടിയാണ് ഇപ്പോളെ. ഇപ്പം നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ, ഭയങ്കര തണുപ്പ്, അതിൻ്റെ കൂടെ നല്ല കാറ്റുണ്ട്. അതിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ ഈ കൈയും കാലൊക്കെ പോയി കാണിക്കുന്നത് കേട്ടോ. അത് ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് തലയിൽ ഇതൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം മൂടി പൊതിച്ചാണ് നടക്കുന്നത്. അതുപോലത്തെ കാറ്റും തണുപ്പാണ്. ഇത് വെള്ളം ഇതിന് പനയ്ക്ക് ഒഴിക്കുന്ന പമ്പാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു തോട്ടം, നീണ്ടു കിടക്കുന്ന നല്ലൊരു തോട്ടം കേട്ടോ ഈന്തപ്പനയുടെ. ഒത്തിരി പൊക്കം വരാത്ത ഈന്തപ്പനയാണ് കാണിച്ചിരിക്കുന്നത്. അയ്യോ, ഈ സാധനത്തെ കണ്ട മുട്ടനാണ് ഏറ്റവും, ഈ ഫാമിലെ ഏറ്റവും വലിയ 2 മുട്ടനാണിത്. ആടാറ് പൊക്കമാണ്, അതുപോലത്തെ രോമവും. മുട്ടനല്ലേ 2? ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. ഇത് ആടുകളൊക്കെ ആണെങ്കിൽ അലയ്ക്കുമല്ലോ, ഇത് ഒന്നും അലയ്ക്കുന്നില്ല. എല്ലാം സൈലന്റ്, നമ്മളെ നോക്കി നിൽക്കുകയല്ലാതെ വേറൊരു പ്രതികരണമില്ല. ഇവന്മാർ 2 പേരെ മാറ്റിയിട്ടേക്കോ. ബാക്കി ഇതേണ്ട ഇവിടുത്തെ എല്ലാം ഉണ്ട് കേട്ടോ, ചെറു മുതലേ വലുത് ഐറ്റങ്ങളെല്ലാം ഒരുമിച്ച് ഇതാണ്ട് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ആടല്ലേ. ഇവർക്ക് സൗണ്ട് ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മുടെ ആടുകളാണെങ്കിലോ വേളത്തോട് വേളമായിരിക്കും ഇല്ലയോ. അട്ട സാധനമാണ്. അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേണ്ട് ചെവിയില്ലേ. നമ്പർ അടിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഫാമിൻ്റെ ഒരു കോണിൽ കലാപരിപാടികൾ അല്ല ഗെയിം, അതുപോലെ എല്ലാ പിള്ളേരുടെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഇതാണ് നല്ല ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ആഗ്രഹങ്ങളനുസരിച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല സെറ്റപ്പ് സ്ഥലങ്ങളാണ്. പുതിയ തെങ്ങാതെ നമ്മുടെ നല്ല ചൂളമരം അല്ലേ, ചൂളമരം അല്ലേ. ഇതൊക്കെ നൈറ്റ് നല്ല വൈബാട്ടോ. ഇവിടെ സ്റ്റേ ചെയ്ത് താമസിക്കാൻ അടിപൊളി സെറ്റാണ്. ഈ തണുപ്പ് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഈ 2 ദിവസം, അതായത് 25, 26 കട്ട തണുപ്പാണ്. അതിനുപരി തണുപ്പ് എല്ലാ ദിവസവും തണുപ്പ് തന്നെയാണ്. എന്നിരുന്നാലും ഇന്ന് ശാലം കൂടുതലാണ്. ഇതൊക്കെ നല്ല ആംബിയൻസാണ്, ഫോട്ടോഷൂട്ട് നല്ല ആംബിയൻസുള്ള സെറ്റ് സംഭവമാണ് വെച്ചേക്കുന്നത്. ആകാശത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ, എന്താ കളറാണ് നോക്കണേ. താണു പോയതല്ല, അത് ഇട്ടേക്കുന്നത് മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചിട്ടിട്ട് വെള്ളം അപ്പം ചൂട് കുറയും തോന്നുന്നു. അങ്ങനെ അതിനാ ഇത് വേറെ ടാങ്ക്. മുന്നോട്ട്. ബുദ്ധിയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരവങ്ങൾ മുടങ്ങുന്ന രണ്ടുപേരും ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഒറ്റ വിസിൽ മാത്രമേ ഉള്ളൂ, അതിനകത്ത് അടിച്ചു പിടിച്ചോണം. Get it!
വിടല്ലേ വിടല്ലേ. ിൽ പോലും വഞ്ചന മനസ്സിലാക്കി ത്തിന്റെ വിസ്മയം ഇതാ. റെഡി 1 കൊണ്ടുപോവാണ്. അബോലിഫ കൊണ്ടുപോയിരിക്കുന്നു. അബോലിഫ വിജയിച്ചിരിക്കുന്നു. ഓക്കെ സാപ്പാട് ഇതാണ് മെയിൻ കുക്ക് കേട്ടോ. ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടായി. അപ്പോൾ ഇനി പലരും കയറി ഇളക്കും എന്നിരുന്നാലാ പറഞ്ഞ ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടായാണ് ഇതിൻ്റെ മെയിൻ കുക്ക്. അതായത് ഇവിടുത്തെ ഇന്നത്തെ ഫുഡ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. പുള്ളിയുടെ നേതൃത്വത്തിലുള്ള കിച്ചൺ സെറ്റ് ടീമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത് ഉച്ചയ്ക്കത്തേക്കിനുള്ള ബിരിയാണിയും ചിക്കൻ കറിയും അച്ചാറും അതുപോലെ പപ്പടവും കാര്യങ്ങളെല്ലാം അവിടെ പാട്ടും മേളവും ഡാൻസും ഒക്കെ നടന്ന സമയത്താണ് ഇവിടെ പപ്പടമൊക്കെ പൊള്ളിച്ച് വെച്ചേക്കുവാണ്. കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടായാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിന് നമ്പരും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചു മേടിച്ചില്ല. ആൾ പേര് പോലും ഞാൻ ചോദിച്ചില്ല എന്നിട്ട് അത് അടാറ് ബിരിയാണി തുറന്ന് കാണിച്ചു. അടാറ് മണം തന്നെയാണ്. കഴിച്ചിട്ട് അതേപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. തണുപ്പത്ര പോരാൻ തോന്നല്ലോ. വേറെ നിൽക്കുന്നുണ്ടോ? അഭിപ്രായം പറയണേ. ഈ ഓപ്പൺ ഏരിയയിൽ ഇത്രയും സെറ്റായിട്ട് സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്ത ഈ ചേട്ടായുടെ സൗണ്ട് സിസ്റ്റമാണ് ഈ മരുഭൂമിയിൽ വെടിക്കെട്ട് പോലെ മിന്നി നിന്നത് കേട്ടോ. പപ്പടം കിട്ടിയില്ലയോ? പപ്പടം പറന്ന് കാറ്റ് നല്ല കാറ്റുണ്ടല്ലയോ കുവൈറ്റില്?
അപ്പം ഇന്ന് ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് കുറെ തിരക്കിലാണ്. അപ്പം കഴിവതും അടുത്തൊരു പ്രോഗ്രാമിൽ ഇതിലും കൂടുതൽ മാജിക് നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ആർ യു റെഡി? മൈ ഡിയർ കിഡ്സ്, വിൽ യു സപ്പോർട്ട്? യാ, ഓക്കേ, വിൽ സ്റ്റാർട്ട്.
holding in my hand. And it goes away. Told you. No, it will go down. How? 360 if it goes down. You! What was the color of the silk? Red. Is the color red? The t-shirt? Is it red? Watch carefully. It's here. Can you see? Give me your cap. Is there anything in my hand? Nothing is in my hand. Nothing here. Watch carefully. Once again. 3. It's inside. Anyone want to go cross check? Argale check it now. Alright, please. Come. Oh, yeah. എനിക്ക് കുറച്ച് എൽഡറായിട്ടില്ല 3 പേരിലാരെങ്കിലും ഒരാൾ വരാൻ പറ്റുമോ? പാതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ലൊരു ഗൈഡ് തരൂ പ്ലീസ്. ഓക്കെ. ഇല്ല പേരെന്നാ മോളുടെ? നല്ലൊരു ഗൈഡ് ഗ്ലാസ് ഉണ്ട് കണ്ടോ? 2 ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസ് മോൾക്ക് തരാം. മോളെ ഗ്ലാസ് തലയ്ക്ക് മേലെ പിടിച്ചോ കേട്ടോ. തലയ്ക്ക് മേലെ പിടിച്ചു. ഓക്കെ കണക്കണ്ട. I don't know. If I was in Chiti Marikyo. ഞാൻ കുറച്ച് വെള്ളത്തിനകത്ത് ഓക്കെ നമ്മളിപ്പോ ഗ്ലാസ് കൈ പിടിച്ചിട്ട് ജസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൈയടിക്കണം. അൽവാനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ സപ്പോർട്ട് ചെയ്യാം. Damba bugo kiliki baha kiliki raha kiliki pipi filifi jibla kroiki no do no mu chao damba bugo kiliki le dire hufun le bahar shudu ta pashte darwin play kiliki budu zaba baha baza baha muwa muksa baha baha maro 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 kiliki maro 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 kiliki maro 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 kiliki maro 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 kiliki മാജിക്ക് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം, പരിശോധിക്കണം താല്പര്യമുള്ളവരുണ്ടാവില്ലേ? ആരാ അതെനിക്ക് അടുത്ത ഷോയ്ക്ക് ഉപയോഗിക്കണം. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഇല്ല അങ്ങോട്ടേ ഇതാട്ടെ കൊടുക്ക്. പ്രത്യേകത. ഓക്കെ വാച്ച് കെയർഫുള്ളി. Focus.
കാലിയല്ലേ? നോക്കിക്കേ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. Abracadabra. Gilly gilly. 1, 2, 3. സമ്പൂർണം ദേവി സമയം കട്ടത്തണുപ്പിനെ കട്ടൻ ചായ കുടിപ്പിച്ച് ഞങ്ങളങ്ങ് തൂപ്പിച്ച് കേട്ടോ. താണ്ട നല്ല കട്ടൻ ചായ ഉണ്ട് കയ്യിൽ. നമ്മുടെ ഗാനസന്ധ്യയിലേക്ക് കടക്കുകയാണ്. ഈവന്റ് ഫാക്ടറിയുടെ എല്ലാ ഗായകരും ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് കടന്നു വേണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നാമം നന്ദി
സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫുൾ അടിപൊളിയായിരിക്കും. ഹാപ്പിനെസ് കിട്ടും. നാളത്തെ ഹാപ്പിനെസ് അതാണ്. ഹാപ്പിനെസ് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ചെയ്യുക. എന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്റെ പേര് ദിയ. സബ്സ്ക്രൈബ് ഫാനാണ് ഞാൻ. ഷൗട്ട് ഔട്ട് ടു ഇവാൻ. ഷൗട്ട് ഔട്ട് ടു ഇവാൻ. റിമോട്ട് എടുത്തോട്ടെ. ഫോട്ടോ വരും. അതിനുവേണ്ടി നമ്മുടെ മനീഷ് കാന്റീം ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ കോമഡി ഉത്സവത്തിന് അതുപോലെ തന്നെ ഒരുപാട് TV ചാനലുകളൊക്കെ തിളങ്ങി നിൽക്കുന്ന 2 താരങ്ങളാണ്. അവർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കും. താങ്ക് യു സോ മച്ച്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളിക്കേട്ട് ഇവര് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളിക്കേട്ട് ഇവര് വഴികാട്ട്. ഹലോ എടാ സുനി, നീ എവിടാ? എടാ ആണോ? അയ്യോ എൻ്റെ പൊന്നെ, നീ എൻ്റെ ഗൾഫിൽ കിടക്കുന്ന കാര്യം കൊണ്ട് എൻ്റെ മൂഡ് കളയല്ലേടാ. എടാ മുത്ത, നീ ആയിരുന്നു? ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. നീ ഒന്ന് വന്നാൽ മതി. നമ്മൾ രണ്ടും കൂടെ ഒളിച്ചോടുന്ന് അടിച്ചു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോടി പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. എത്തിയോ? എവിടാ? ഫ്രണ്ടിൽ എത്തിയോ? ഓക്കേടാ, ഞാൻ റെഡി ആകട്ടെ. എന്റെ പൊന്നെ, നിന്റെ പുഷ്പം ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നു. ഓ എനിക്ക് വയ്യ. ആനന്ദാശ്രു എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവക്ക് ആനന്ദാശ്രുവാ. നീ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. നീ ഒന്ന് പുഷ്പിക്കിളി ഒന്ന്. എന്റെ സുനു, എന്റെ പൊന്നെ, കെട്ടിപ്പിടിച്ചോ എന്നെ. എത്ര ദിവസമായിടി നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. നീ എന്നെ കെട്ടിപ്പിടിച്ചോ? എന്റെ സ്നേഹം പണം നിനക്ക് കിട്ടുന്നുണ്ടോടി? എന്നിട്ട് നിന്റെ അഴിഞ്ഞ വേർപ്പിന്റെ നാട്ടിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ. വലിച്ച് ഗൾഫിൽ പോയി കിടന്ന ആ ചൂടും തണുപ്പും കൊണ്ട് മൂക്കിന്റെ സ്മെല്ലും പോയി ശരീരത്തിന്റെ സ്പർശന സുഖവും നഷ്ടപ്പെട്ടു. ഇന്ന് തന്നെ നമുക്ക് ആശുപത്രി പോകണം. ഇന്ന് തന്നെ ആശുപത്രി പോകണോടി. എവിടെ? ഇതെന്തോ ഇങ്ങനെ? നീ എഴുന്നേറ്റ് വാ തന്നെ. ഞാൻ എന്തോ നിന്നോട് പറഞ്ഞേ? നീ അത് കേട്ടു. പിന്നെ ഇപ്പൊ എന്തോ കാണിച്ചേ? ഞാൻ പെട്ടി പിടിച്ചു. അതെന്തിനാ അങ്ങനെ ചെയ്തേ? അതെ, സിറ്റുവേഷൻ കോമഡി ഇവിടെ വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിന്ന് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുഞ്ഞുമോളൊരു കാര്യം ചെയ്യും. ഈ മുഖത്ത് മുളയച്ചെന്ന് മാറിയെങ്കിൽ ബാക്കി ഇങ്ങോട്ട് കളിയടി. അതെ ചേട്ടാ,
എവിടെ തള്ളിക്കാൻ ഓടി? കെട്ടിപ്പിടിക്കാൻ. ആ ഫ്ലോ അങ്ങ് പോയി, നീ ബാക്കി കളി. അതെ, ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്ന എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഗൾഫിലെ മണ്ണിലൊന്ന് ചവിട്ടണമെന്ന്. ഈ ആഗ്രഹം നീ ആരോടാ പറഞ്ഞു? എന്റെ ചേട്ടനോട്. പുഷ്പേട്ടനോടാണോ? അത് നടത്തി തരാതെ ഞാൻ പോവോ? നിനക്ക് എന്തോ കൊണ്ടുവന്നേക്കുന്നേ നോക്ക്. എന്റെ പൊന്നെ, ഗൾഫിലെ മണ്ണ, അങ്ങോട്ട് നിന്ന് ചവിട്ടോ പഴയ്ക്കോ ഇരുന്ന് നിരമോ എന്തോ വേണമെങ്കിലും നീ ചെയ്തു. മനുഷ്യൻ, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഇനി നിങ്ങളുടെ കുന്തളിപ്പ് മാറിയില്ലേ? നിങ്ങൾ പണ്ട് ഇതുപോലെ പാസ്പോർട്ട് നോക്കി പിടിച്ച് ലക്ഷങ്ങൾ മുടക്കി ഗൾഫിൽ പോയതല്ലേ? ഓർമ്മയുണ്ടോ അത്? ആ, ഗൾഫിൽ പോയത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണപ്പാടം കൊയ്യാൻ ആളെ വേണമെന്നു. ആരാടി ഇത് പറഞ്ഞേ? കുടുംബശ്രീയിലെ സുമേൻ രവി. ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആണ് ഈ സുമേൻ രവി, മനസ്സിലായി? അതെന്തുവാ? ഞങ്ങൾ വികാരമില്ല പൈകൾ കടാരകേറ്റും നോക്കാതിടമ്പരം നീയൊരു നെത്തിരാന്ത് മോണിൽ മണ്ണിൽ പെടാതിരുന്ന വെള്ളം പെടഞ്ഞൊടുക്കി ആരുടെ ഗതിയാവക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാരകേറ്റും നോക്കാതിടമ്പരം നീയൊരു നെത്തിരാന്ത് മോണിൽ മണ്ണിൽ പെടാതിരുന്ന വെള്ളം പെടഞ്ഞൊടുക്കി രണ്ട് എപ്പിസോഡ്, മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി 3 എപ്പിസോഡ്, അമൃത ചാനല് കോമഡി മാസ്റ്റേഴ്സ് 1 എപ്പിസോഡ്, പിന്നെ കലാഭവന്റെ ആർട്ടിസ്റ്റ്. അടിപൊളി. അപ്പൊ ഇത്രയൊക്കെ ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു. ഇപ്പൊ കുറച്ച് മിമിക്രി കേട്ടാലോ? തുടങ്ങാം. ആദ്യം തന്നെ മലയാള സിനിമയില് പറഞ്ഞാൽ മനസ്സിലാവാത്ത, അല്ലെങ്കിൽ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു നടനുണ്ട്, ഷൈം ടോം ചാക്കോ. ഒന്ന് കേട്ടാലോ? എന്നിട്ട് നടക്കണ ബഫറിലാണല്ലോ പരിപാടി, എല്ലാരും അടിച്ചു പൊളിക്കുകയാണല്ലോ, എല്ലാരും ഉണ്ടല്ലോ, എന്താ പറയാ, തണുപ്പൊക്കെ ആണോ? എന്നാ പിന്നെ എന്റെ കൂട്ട് 2 പഫൊക്കെ എടുത്തിട്ട് ഇരുന്നോടാ. അപ്പൊ പിന്നെ ഒരു മൂഡ് വരത്തില്ലേ? ആ മൂഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ എടുക്കുമല്ലേ? എന്താണെന്നും എല്ലാരിക്കണേ കയ്യേറിയടാ. നിങ്ങള് വേറെ ലെവലാ. ഇവിടെ ഇത് ഗോവിക്കൊണ്ടു വെച്ചിരിക്കുന്ന കാശ് ഇവറ്റേന്ന് 10 പൈസ ഞാൻ തരത്തില്ല. അല്ല പിന്നെ ഒന്ന് പേടിപ്പ. ഞാനുണ്ട്, ആദർശമുണ്ട്, കലാഭവമണിയുണ്ട്. ഞങ്ങളെല്ലാരും കൂടെ ഈ പരിപാടി അമേരിക്കയിലെ ഒരു പരിപാടിക്ക് പോയി. നസീർ സംക്രാന്തി ഉണ്ട്. എല്ലാവരും കൂടെ കോമഡി പറഞ്ഞോണ്ടിരുന്ന സമയത്ത് നസീർ സംക്രാന്തി പെട്ടെന്ന് എന്തോ ഒരു കോമഡി പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ചിരി വന്നില്ല. ചിരി വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ കോമഡിക്ക് ചിരിക്കാനില്ലായിരുന്നു. പക്ഷെ നസീർ സംക്രാന്തിക്ക് അത് വല്ലാത്തൊരു വിഷമമായി. പുള്ളി അന്ന് മനസ്സിൽ കുറിച്ചിട്ടു, ഇനി ആരെന്തോ കോമഡി പറഞ്ഞാലും ചിരിക്കില്ലെന്ന്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴല്ലേ മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി വിളിച്ചു കൊടുത്തത്. എന്തായാലും പിള്ളേർ വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. പക്ഷെ നസീർ സംക്രാന്തി ചിരിക്കത്തില്ല. അത് ഞങ്ങളോടുള്ള ദേഷ്യം തീർക്കണതാ. എന്താണ് ഒന്നും ഉണ്ടായിരിക്കണം, എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചേർക്കാം. ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ഒരു അണുവിട പുറകോട്ട് പോകത്തില്ല. അത് ഉറച്ച കാര്യം തന്നെയാണ്. ഈ ചാരണി കയറി സംസാരിക്കുന്നേ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വെറും ഊണയല്ലേ. ഇന്നലെ എന്റെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്ന ഈ പേണ്ടി, മനസ്സിലായില്ലേ? വർത്താനം പറയുന്നു, വർത്താനം. ഞാൻ എന്ത് പറയും? അതിനെന്താ കുഴപ്പമില്ല. എന്നെ പിടിച്ച പിണറായി വിജയനൊക്കെ അകത്തിടും. അതാ ഇടാക്കി കൊണ്ടുപോകുന്നു, പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നു, കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അല്ല പിന്നെ വെറുതെ കേട്ടോ വർത്താനം പറയുന്നു, വർത്താനം. വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഒരുത്തനും വണ്ടി ഓടിക്കണ്ട. എല്ലാവരും വീട്ടിൽ കൊണ്ടിട്ടേരെ, വേറെ ഒന്നുമല്ല. മാനം മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കുന്നവർ ഓടിച്ചാൽ മതി. അങ്ങനെയുള്ളവർക്കേ ഉള്ള ലൈസൻസ്. ഏതാ? ഇല്ല. അങ്ങനെയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പറയണ്ട. ഞാൻ ഇന്നലെയും ശ്രീ ലാലേട്ടനെ, മോഹൻലാലിനെ കണ്ടു. മോഹൻലാലുമായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് സംസാരിച്ചതാ.
ഉലകിതിനാരോടും തോൽക്കാൻ മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാൻ എന്റെ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാടാരും പോരണ്ട എരിയും മൂന്നാം കണ്ണിൽ കോപം കൊണ്ട് സംഹാരമോ മരണം പരവാതെ നരവിട പാടിക്കോ ഓപ്പേ നഗരവിവൻ തുറന്നു സ്വപ്നം കാണും ലാ 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 ഒരു മധുരിന്റെ കുടമുല്ല പൂരിഞ്ഞു ചിറുകിരികൾ മേഘനീലമൊഴുകി വരും പൂഞ്ചുരുൾ പ്രായം എന്നൊരാവേശം ഒന്ന് ഒന്നാം 23 വേണ്ടി ഇത്രയും വലിയ വരിക്കച്ചക്ക 13 കിലോ ഉണ്ട് 13 കിലോ ഉണ്ട് ബിജു പോക്കറ്റ് 21 കേടി ഒരു തരം 21 കേടി ബിജു പോക്കറ്റ് ഒരു തരം അതെ ടീനു 22 കേടി ഒരു തരം ബിജി 23 കേടി രണ്ട് തരം ഇല്ല ബിജി 22 കേടി 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 അതെ 23 ജോർജ് ജോസഫ് 23 കേടി രണ്ട് ആരാ ബിജു 24 ബിജു 24 അല്ല ബിജി ഇവിടെ 24 കേടി ബിജി 24 കേടി ഒരു തരം ബിജി 24 കേടി ഒരു തരം ഇല്ല 24 കേടി ബിജി ഒരു തരം സിബി 97470521 ഈ കേക്ക് നമുക്കിവിടെ സംഭാവന ചെയ്ത് ഫാഹിൽ മെറീന ബെന്നിയാണ്. അവരോടും കുടുംബത്തോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യത്തിന് പാർട്ടിക്ക് വേണ്ടി കേക്കൊക്കെ ഓർഡർ ചെയ്തതായിരിക്കും. നിങ്ങൾ Happy birthday to you. Happy birthday, Hanu Kallungal. Happy birthday to you. May God bless more. May God bless you more. Happy birthday,
happy birthday to you. അതിനെ എല്ലാവരും മുറിച്ചു കൊടുത്തു. അല്ല പ്രസപ്പുണ്ടോ ഞങ്ങളുടെ കുവൈറ്റിലെ അഹമ്മദി ഇടവായ കൂടെ പിക്നിക് അല്ലേ? അല്ലയോ? അപ്പൊ ഞങ്ങളുടെ പിക്നിക്കിന്റെ അവസാന ഘട്ടമാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ഇതിലും സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും അതിനുപരി ഇതിൽ വന്നുകൂടിയ നമ്മുടെ ഇടവക കുവൈറ്റിലെ എല്ലാ ഇടവക അംഗങ്ങൾക്കും നന്ദി പറ. കുഞ്ഞു പിള്ളേർ മുതൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ എല്ലാവരും സപ്പോർട്ട് കട്ട സപ്പോർട്ടായിട്ട് ഇന്നാ കുവൈറ്റ് അഹമ്മദി ഇടവക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നാട്ടിൽ വന്ന ആനിമാവയ്ക്ക് നന്ദി.